ദ്വീപിലെ പെരുന്നാൾ ദിക്ർ ഇങ്ങനെയാണ്. ഞങ്ങളുടെ കവരത്തി ദ്വീപിൽ നൂറ്റാണ്ടുകളായി പെരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഇങ്ങനെയാണ്. ഇവരാണ് റാത്തീബ് സംഘങ്ങൾ. വളരെ ആദരപൂർവ്വം മുമ്പിൽ കൊടിയുമായി കയ്യിൽ ദഫുമായി ഇവർ നടന്നു നീങ്ങുന്നത് ഫളേ പള്ളിയിലേക്കാണ്. ദ്വീപിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ച് മുമ്പ് മോല തങ്ങളുടെ വാളും പെരുന്നാളിന്റെ ദിവസം ഫളേ പള്ളിയിൽ നമുക്ക് കാണാനാകും. ഉജ്റ, മുഹിദ്ദീൻ പള്ളി, ഷെയ്ഖിന പള്ളി എന്നീ 3 പള്ളികളിൽ നിന്നാണ് ദിക്ർ സംഘം ഇറങ്ങുക. 3 സംഘങ്ങളും കവരത്തിയിലെ ആദ്യത്തെ ജുമാത്ത പള്ളിയായ പഴയ പള്ളിയിൽ വന്ന് ദുആ ചെയ്തതിനു ശേഷം കൊടിയുമായി നേരെ പോവുക ഉജ്റ പള്ളിയിലേക്കാണ്. ഉജ്റയിലേക്ക് പോകും വഴി 1-2 മക്ബറകളിലും പള്ളികളിലും കൂടി പ്രാർത്ഥനയുണ്ടാവും. ദിക്ർ സംഘത്തെ കാണുമ്പോൾ ജനങ്ങൾ വഴിയിൽ നിന്ന് വണ്ടി ഒതുക്കലും ബഹുമാനപൂർവ്വം മാറി നിൽക്കലുമൊക്കെ ഇപ്പോഴുമുള്ള ഒരു സ്ഥിരം കാഴ്ചയാണ്. ഉജ്റ എത്തുന്നതിന് തൊട്ടു മുമ്പ് പുതിയ ജുമാത്ത പള്ളിക്കടുത്തും നേർച്ച കൊടുക്കുന്ന പതിവുണ്ട്. ഈ രംഗങ്ങളെല്ലാം ഞങ്ങളുടെ നാടായ കവരത്തി ദ്വീപിൽ 300 മുകളിൽ വർഷമായി പെരുന്നാളിനുള്ള സ്ഥിരം കാഴ്ചയാണ്. അങ്ങനെ അവസാനം ദഫ് സംഘം ഉജ്റയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയും ഉണ്ടാകും ഇത് കാണാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ. വഴിയിലുടനീളം നടന്നു നീങ്ങിയ പോലെ ഉജ്റ പള്ളിയിലേക്ക് കയറുമ്പോഴും അതുപോലെ ചുമ്മാ നടന്നു കയറില്ല. ദഫിന്റെയും ബെയ്ത്തിന്റെയും താളത്തിനനുസരിച്ച് ഇതുപോലെയാണ് നടന്നു നീങ്ങുക. ഈ ഒരു രീതിയെ ഞങ്ങൾ നടത്തം പഠിക്കൽ എന്നാണ് പറയാറ്. ഉജ്റയിൽ എത്തിക്കഴിഞ്ഞാൽ കാസിം അലി അള്ളാഹി തങ്ങളുടെ മഖാമിന് മുമ്പിൽ വെച്ചാണ് റാത്തീബ് നടക്കുക. ഇതോടുകൂടി കവരത്തി ദ്വീപിലെ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്.